ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചരിത്രം ആവർത്തിക്കും ഇടുക്കി ജില്ലയിൽ. കാരണം എക്സിറ്റ് പോളും മറ്റ് വാർത്തകളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഒരു വിശ്വാസത്തെ ഒന്നും നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ സാഹചര്യം തന്നെയാണ് ജില്ലയിലുള്ളത്. കാരണം കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ഇടുക്കി ജില്ല നേടിയിട്ടുള്ള നേട്ടങ്ങൾ പ്രധാനമായി കോൺഗ്രസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാ സങ്കീർണമായ ഭൂപ്രശ്നങ്ങൾ തീർത്തു. വികസന രംഗത്ത് മികവാർന്ന പ്രവർത്തനമാണ് LDFൻ്റെ എല്ലാ MLA-മാരും നടത്തിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും വികസനത്തെ ആഗ്രഹിക്കുന്ന, നാടിൻ്റെ പുരോഗതി ആഗ്രഹിക്കുന്ന ജനങ്ങൾ അവരനുഭവിച്ചറിഞ്ഞതിനെ പൂർണ്ണമായി വിസ്മരിക്കാൻ വേണ്ടി കഴിയുന്നതല്ല. പ്രത്യേകിച്ച് നിങ്ങൾക്കെല്ലാം 2018-ലുണ്ടായ മഹാപ്രളയം അതിൻ്റെ ഭാഗമായി തകർന്നടിഞ്ഞു പോയ ജില്ലയാണ്, അനുഭവിച്ചവരാണ്. കഴിഞ്ഞ 8 വർഷക്കാലം മുമ്പുള്ള അനുഭവമുണ്ട്. ഇതെല്ലാം നിലനിൽക്കുന്നൊരു സന്ദർഭത്തിൽ ഇതിനെയെല്ലാം തള്ളിക്കളയുന്നൊരു സമൂഹം ഉണ്ടാവേണ്ട കാര്യമില്ല. പിന്നെ UDF ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വാദവും നമ്മുടെ ജില്ലയിലെ ജനങ്ങളെ ബാധിക്കുന്നത് ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. വ്യക്തിഹത്യാ രാഷ്ട്രീയമാണ് അവർ പ്രധാനമായി നടത്തിയിട്ടുള്ളത്. വസ്തുത റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മാധ്യമ പ്രവർത്തകരായ നിങ്ങളെപ്പോലും കയ്യേറ്റം ചെയ്യുന്നു. നിങ്ങളതിനോട് വേണ്ട രൂപത്തിൽ പ്രതികരിച്ചൊന്നുമില്ല, അതിരിക്കട്ടെ. ഞങ്ങളെങ്ങാനുമായിരുന്നു നിങ്ങൾ നാടടക്കിയേനെ, അതൊക്കെ പോട്ടെ. എങ്കിൽ പോലും അങ്ങനെ എല്ലാ വിധത്തിലുള്ള അഹങ്കാരത്തിൻ്റെ അഹന്തയുടെ ഭാഗമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ ഇടുക്കി മണ്ഡലം അവർ പിടിക്കുന്ന ഇപ്പോൾ കൈപ്പത്തി വന്നുകൊണ്ട് ജയിച്ചു. ജോയിസ് ജോർജ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചപ്പോഴല്ല 27,000 വോട്ടിനൂടെ ജയിച്ചിട്ടുള്ളത്. അപ്പം ആ വസ്തുതകൾക്കൊന്നും യാതൊരു അടിസ്ഥാനമില്ല. നല്ല ഭൂരിപക്ഷത്തോടു കൂടി ഞങ്ങൾ ചരിത്രം ആവർത്തിക്കുന്ന വിജയം തന്നെ ഉണ്ടാക്കും. ഉടുമ്പൻചോല മണ്ഡലം ഞങ്ങൾ ജയിക്കും. ദേവികുളം മണ്ഡലം ഞങ്ങൾ ചരിത്രം ആവർത്തിച്ച വിജയം ഉണ്ടാക്കും. ഇടുക്കി മണ്ഡലം ഏതെല്ലാം നിലത്തിൽ കണക്ക് കൂട്ടിയാലും UDFന് ജയിച്ചു വരാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. പല ഭൗതിക സാഹചര്യങ്ങളും ഞങ്ങൾക്ക് അനുകൂലമാണ്. വികസന രംഗം ഞങ്ങൾക്ക് അനുകൂലമാണ്. പിന്നെ ഇവിടുത്തെ ആളുകൾ ഇവിടെ ജില്ലാ ആസ്ഥാന വികസന രംഗത്ത് കോൺഗ്രസ് കൈകാര്യം ചെയ്തിരുന്നപ്പോൾ ഇവിടെ അനുവദിച്ചിരുന്ന മെഡിക്കൽ ജില്ലാ ആശുപത്രി ഉൾപ്പെടെ തൊടുപുഴയ്ക്ക് കൊണ്ടുവരുന്ന നേതൃത്വം നൽകിയ ആളാണ് ഇവിടെ മത്സരിച്ചത്. ഇതെല്ലാം അങ്ങ് വിസ്മരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് നിലപാടെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ആശങ്കയില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് നല്ല ഐക്യത്തോടും യോജിച്ച പ്രവർത്തനം നടത്തി. അവസാന റൗണ്ടിലെ ഫിനിഷ് പോയിന്റിൽ പീരുമേട് മണ്ഡലവും ഞങ്ങൾ ജയിക്കും. കണക്കുകളൊക്കെ പല കണക്കുകളും വന്നോട്. കണക്കുകൾ ഇപ്പോൾ കണക്കാൾക്ക് തയ്യാറാക്കാമല്ലോ. അവസാനം പീരുവേട്ട എന്ന കണക്കൊന്നും ഞങ്ങൾ അതിനോട് പറഞ്ഞിട്ടില്ല. തൊടുപുഴ മണ്ഡലത്തിൽ ഞങ്ങൾക്ക് വേറെ പുതിയ അവകാശം നല്ല മുന്നേറ്റം ഞങ്ങളുണ്ടാക്കും. കാര്യത്തിറക്കമൊന്നുമില്ല. കത്തോലിക്ക വോട്ടുകളുടെ ഏകീകരണം കത്തോലിക്ക ഏകീകരണം ഉണ്ടായാലും ഇവിടെ ഞാനങ്ങനെ ഇപ്പോൾ ഒരു സാമുദായിക ഏകീകരണത്തിൻ്റെ ഏതെങ്കിലുമുള്ള പ്രത്യേകമായ ഒരു വിലയിരുത്തലെ സംബന്ധിച്ച് പറയുന്നില്ല. നിങ്ങൾ തന്നെ അന്വേഷിച്ചപ്പോൾ നിങ്ങൾക്ക് തന്നെ കിട്ടിയിട്ടുള്ള ഒരു വിവരമുണ്ടല്ലോ. അത് അങ്ങനെയുള്ള ഒരു സാധ്യതയില്ല. ഒരു സാമുദായിക ഏകീകരണം ഇതിനകത്തൊരു വിരോധാഭാസമാണ്. 33% ആളുകൾ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി ആകണമെന്നാണല്ലോ പറയണത്. 21% ആളുകളെ VD സതീശൻ പിന്തുണയ്ക്കുന്നുള്ളൂ. UDFനകത്ത് 3 പേര് വന്നാൽ മുമ്പിൽ നിൽക്കുന്നു. ആ 33% ആളുകൾ കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യത്തിന് പിണറായി സർക്കാർ തുടരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ 4 മണ്ഡലങ്ങൾ LDF സ്ഥാനാർത്ഥികൾക്ക് ആ വോട്ട് കിട്ടണമല്ലോ. ഞങ്ങളതൊന്നും കണക്ക് കൂട്ടിയിട്ടില്ല. അത് വേണമല്ലോ. അങ്ങനെ വന്നാലേ MLA-മാർ കൂടെ ഉണ്ടായാലേ ജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ 33% ഭൂരിപക്ഷം പിണറായി മുഖ്യമന്ത്രി ആവണമെന്നുള്ള ആ വികാരമുണ്ട്. മറ്റൊരു കാര്യമുണ്ട്. നിങ്ങൾ മാധ്യമപ്രവർത്തകരെല്ലാം ഇവിടെ റിപ്പോർട്ട് ചെയ്തതാണല്ലോ. പിണറായിയുടെ പരിപാടിയെ പരാജയപ്പെടുത്താനല്ലേ രാഹുൽ ഗാന്ധിയുടെ പരിപാടി കട്ടപ്പന കൊണ്ട് വെച്ചത്. നിങ്ങൾ സത്യസന്ധമായി പറഞ്ഞാൽ പിണറായി പങ്കെടുത്ത പരിപാടിയുടെ അതിൻ്റെ ആകെ ജില്ല കേന്ദ്രീകരിച്ചാൽ ഞങ്ങൾ 5 പരിപാടി നടത്തുമ്പോൾ ഇല്ലല്ലോ. അപ്പോൾ അതെല്ലാം ജനങ്ങളുടെ ഇടയിൽ ഒരു പൊതുവികാരമല്ലേ. ആ വികാരം കാണണ്ടേ. അതെല്ലാം ഞങ്ങൾക്ക് അനുകൂലമാണ്. ആരംഭം മുതൽ അവസാനം വരെ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ പ്രവർത്തന രംഗത്തും, പ്രചരണ രംഗത്ത്, സംഘടനാ പ്രവർത്തന രംഗത്ത് എല്ലാം വന്നിട്ടുണ്ട്. പിന്നെ വ്യക്തിപര രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഞങ്ങൾ കൈകാര്യമുണ്ട്. UDF നടത്തിയുള്ള വ്യക്തിഹത്യ രാഷ്ട്രീയമാണ്. ഞങ്ങൾ അവരെ വ്യക്തിപരമായി ആരെയും ആക്ഷേപിക്കാനും പോയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. 3 മണ്ഡലം ഞങ്ങൾ 3 മണ്ഡലം ഇപ്പോൾ 4 മണ്ഡലം ഞങ്ങളിലുണ്ടല്ലോ. 3 മണ്ഡലം ഞങ്ങൾ ജയിക്കും. പീരുമേട് മണ്ഡലവും ഞങ്ങൾ എല്ലാ കാലവും അങ്ങനെയാണ്.
പീരുമേട് അവസാനം എണ്ണിയാണല്ലോ ഞങ്ങൾ ജയിക്കുന്നത്. അവസാനത്തെ ഫിനിഷ് പോയിന്റ് പീരുമേട് ഞങ്ങൾ ജയിക്കും. എസ് രാജേന്ദ്രൻ്റെ കടന്നുവരവ് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. കാരണം രാജേന്ദ്രൻ 15 വർഷക്കാലം MLA ആയിരുന്നു. ഇപ്പം രാജേന്ദ്രൻ്റെ മത്സരത്തോടു കൂടി വന്ന കാര്യം എന്താ? രാജേന്ദ്രന് അന്ന് സീറ്റ് കൊടുത്തിരുന്ന CPM-ൻ്റെ ഭാഗം മത്സരിക്കുന്നില്ലേ? അതുകൊണ്ട് അവിടുത്തെ ജനങ്ങൾക്കൊക്കെ അത് നല്ലപോലെ തിരിച്ചറിയാം. ഞങ്ങൾക്ക് രാജേന്ദ്രൻ്റെ വരവ് ഞങ്ങൾക്കൊന്നും സംഭവിക്കുന്ന കാര്യമല്ല. രാജേന്ദ്രൻ അവിടെ BJP-യുടെ രാജീവ് ചന്ദ്രശേഖരനെ കൂടെ പങ്കെടുപ്പിച്ചിട്ട് ഞങ്ങളുടെ പാർട്ടിക്കകത്തുനിന്ന് ഒരാളും പോയില്ല. ഒരൊറ്റ പാർട്ടി മെമ്പറാണ് പോയത്. രാജേന്ദ്രനുമായി ബന്ധമുള്ളതാണ്. അയാൾ തിരിച്ചു പോന്നു. പിന്നെ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ അവിടുത്തെ സാമൂഹിക ഘടനയൊക്കെ പരിശോധിക്കപ്പെടുമ്പോൾ ഞങ്ങൾക്ക് യാതൊരു ഭയപ്പെടേണ്ട കാര്യമില്ല. രാജയെ പൊതുവെ അവിടെ സ്വീകാര്യമായ ഒരു MLA എന്ന രൂപത്തിൽ ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. രാജേന്ദ്രനെ 4 വർഷക്കാലം അനുഭവിച്ച ആളുകൾ രാജേന്ദ്രൻ്റെ ഭാഗമായി, രാജേന്ദ്രൻ പാർട്ടിയെ തള്ളിപ്പറഞ്ഞ് പോയത് അധികാര രാഷ്ട്രീയത്തിന് വേണ്ടിയല്ലേ? അപ്പോൾ അതുകൊണ്ട് രാജേന്ദ്രൻ എടുക്കുന്ന വർഗീയ രാഷ്ട്രീയത്തെ ജനങ്ങൾ RSSനെയും BJP-യും പിന്തുണയ്ക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയം ഉൾക്കൊള്ളുന്ന ഒരാളുകളും രാജേന്ദ്രൻ ഇവിടെ ചിന്തിക്കുകയില്ല. രാജേന്ദ്രൻ്റെ വരുന്നത് ഇപ്പോൾ UDF-ന് ഒന്നോട്ടും പിടിക്കുകയായിരുന്നില്ല. BJP-ക്ക് അവിടെ 12,000 വോട്ടുണ്ട്. ആ 12,000 വോട്ട് BJP കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു 12,000 വോട്ട് പിടിച്ചിട്ടുണ്ട്. ആ 12,000 വോട്ട് BJP പിടിച്ചോട്ടായിരുന്നു. ഞങ്ങൾ തർക്കമില്ല. കാരണം അത് അവർ പിടിച്ചാണല്ലോ. അതിനപ്പുറമായി വേറെ പ്രശ്നമൊന്നുമില്ല. രാജേന്ദ്രൻ്റെ വ്യക്തി അതൊരു കാര്യം എന്നറിയോ, നിങ്ങൾക്കിപ്പോൾ രാജേന്ദ്രൻ അങ്ങനെ വ്യക്തിപരമായി പേഴ്സണലായി അങ്ങനെ ഒരു വോട്ടിനെ സമാഹരിക്കുന്ന സമീപനങ്ങളൊന്നും സ്വീകരിച്ചിട്ടുണ്ടോ രാജേന്ദ്രനോട്? ചരിത്രപരമായി നിങ്ങൾ തന്നെ ഇപ്പോൾ രാജേന്ദ്രനെ മഹത്വം പറയുന്ന രാജേന്ദ്രനോട് കയ്യേറ്റക്കാരനായിരുന്നു. രാജേന്ദ്രൻ താമസിക്കും ഭൂമിക്ക് പട്ടയില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. രാജേന്ദ്രൻ മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തിരുന്ന് ഇത്രയും മോശപ്പെട്ട ഒരാളവിടെ ഉണ്ടായിരുന്നോ? അപ്പോൾ നിങ്ങൾ തന്നെ രാജേന്ദ്രൻ ഏറ്റവും മോശമായ ഒരാളാണെന്നുള്ള പ്രചരിപ്പിച്ച് പിന്നെ രാജേന്ദ്രൻ എന്ത് വ്യക്തിപരമായ പ്രസക്തി ഉണ്ടാകുമെന്ന് ചോദ്യത്തിലുള്ള പ്രസക്തി ഉണ്ടാകും. ജാതി സാമുദായിക ധ്രുവീകരണം ഉണ്ടായാലും അത് ഞാൻ പറഞ്ഞില്ലേ, അത് ചില പ്രശ്നമുണ്ട്. അത് ഞങ്ങളെ ദോഷകരമായി ബാധിക്കുന്നതല്ല.